പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവം കരങ്ങളിൽ സൂക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ ആഹാരവും സാമ്പത്തികവും എല്ലാം ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു മെസ്സേജ് ഇടാൻ ആഗ്രഹിച്ചു. തിരുവചനത്തിലൊരു വാക്യമുണ്ട്, നിങ്ങൾക്ക് ദോഷമായി നിങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ദോഷമായി നിങ്ങളൊന്നും ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷമായി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. യഹോവയായ ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഉറക്കമില്ല, ദൈവത്തിന് മയക്കവുമില്ല. അപ്പോൾ ദൈവം ഉറങ്ങുന്നില്ല, ദൈവം മയങ്ങുന്നില്ല. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പഴഞ്ചൊല്ലിഞ്ഞിട്ടുണ്ട്, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അപ്പം നമ്മൾ 2-3 ദിവസം അപ്പോഴപ്പോഴായ പല പ്രാവശ്യങ്ങളിൽ നമ്മൾ മോഷ്ടിച്ചാലോ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്താലോ ഒരു ദിവസം പിടിക്കാതിരിക്കില്ല. എത്ര വലിയ കോടീശ്വരനായാലും ശരി തന്നെ ഒരു ദിവസം പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം പോവും. അപ്പോൾ കള്ളത്തരം ചെയ്യാതെ ജീവിക്കണം. അപ്പോൾ അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ദോഷമായി നിങ്ങളൊന്നും ചെയ്യരുത്. വളരെ പരിജ്ഞാനത്തോടെ ജീവിക്കുകയും വളരെ പരിജ്ഞാനത്തോടെ മുന്നോട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും മുന്നോട്ട് നടക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും ഉണ്ടാവും. ഇത്രയും ഈ ഭൂമിയിൽ ഒരുപാട് ജനങ്ങളിപ്പോൾ ജീവിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും ജനത്തെ സൃഷ്ടിച്ച ദൈവം, ഇത്രയും ജനങ്ങളെ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, എല്ലാവരെയും ദൈവത്തിന് നടത്താൻ കഴിവുണ്ട്. എല്ലാവരെയും നടത്താൻ ദൈവത്തിന് അതിനുള്ള കഴിവും അതിനുള്ള എല്ലാ കൃപകളും ദൈവത്തിനുണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യൽ ആശ്രയിക്കാതെ നിങ്ങൾ പൂർണ്ണമായി യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ ദൈവം നിങ്ങളെവിടെയായിരുന്നാലും നിങ്ങളെ നടത്തുന്നൊരു ദൈവമുണ്ട്. ദൈവം നിങ്ങളെ വഴിയിട്ടിട്ട് കളഞ്ഞിട്ട് പോണ ദൈവമല്ല. യഹോവയായ ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ദൈവവചനം പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ദോഷമായി ഒന്നും ചെയ്യരുത്. പലരും ജോലിയില്ലാത്തതുകൊണ്ടായിരിക്കും പലരും പല മോഷണത്തിനും പല കാര്യത്തിനും വേണ്ടി പോണത്. കാര്യം അവരുടെ മക്കളെ വളർത്തണം, അവരുടെ ഭാര്യയെ നോക്കണം, അവരുടെ ചിലവ് കാര്യങ്ങൾ, അവർക്ക് വസ്ത്രം വാങ്ങിക്കണം, അവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും ജോലി ഇല്ലാത്തതുകൊണ്ട് മോഷ്ടിക്കാൻ പോകുന്നുണ്ട്. ചിലർ ജോലിക്ക് പോവാതെയും മോഷ്ടിക്കാൻ പോകുന്നുണ്ട്. കാര്യം അവർക്ക് ജീവിക്കാൻ സാമ്പത്തികമില്ല, അവർക്ക് സാമ്പത്തികം വേണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ സ്ത്രീകളും മോഷ്ടിക്കാൻ പോകാനായിട്ട് വീഡിയോയിൽ കാണുന്നുണ്ട്. സ്ത്രീകളും പോകുന്നു. അപ്പോൾ ഈ ഇടയ്ക്കേണ്ട ഇപ്പോൾ ഒരു 5 പവൻ്റെ ഒരു മാല ഒരു സ്ത്രീയിലെ നിന്നും പൊട്ടിച്ചെടുത്തു. 4 സ്ത്രീകളാണ്ട് ഉണ്ടായിരുന്നു, അതിൽ 2 സ്ത്രീകളാണ്ട് പിടിച്ചു. അപ്പോൾ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവരെ ചിലവ് നടക്കണം, അവരെ വീട്ടിൻ്റെ ചിലവ് വാടകയ്ക്കായിരിക്കും വീട് ഉള്ളത്. അപ്പോൾ വീട്ടിൻ്റെ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, വെള്ളത്തിൻ്റെ കാര്യം, പിന്നെ അവരെ മക്കളെ കാര്യങ്ങൾ, അവരെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ജോലി ഇല്ലാത്തതുകൊണ്ട് പലരും മോഷ്ടിക്കാൻ പോകും. പല രാത്രിയായാലും ചിലപ്പോൾ പകലായാലും മോഷ്ടിക്കാൻ വേണ്ടി പോകും. പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയും പല ആൾക്കാരും മോഷ്ടിക്കാൻ പോകും. അപ്പോൾ തിരുവചനം പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ദോഷമായി നിങ്ങളൊന്നും ചെയ്യരുത്. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ നമ്മളെ കാര്യത്തിന് വേണ്ടിയാണ് ഒരു സ്ത്രീയുടെ കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിക്കുകയും അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്നുള്ള പൈസ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടകളിൽ കയറി മോഷ്ടിക്കുകയോ ചെയ്യുന്നത്. നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അത് പലവട്ടം നമ്മൾ ഒരു വട്ടം ചെയ്ത് പിടിച്ചില്ല, 2 വട്ടം ചെയ്ത് പിടിച്ചില്ല, 2-3 വട്ടമായിട്ടും പിടിച്ചില്ല, ഒരു ദിവസം പിടിക്കുമ്പോൾ ഇതെല്ലാം പുറത്ത് വരും, ഇതെല്ലാം അറിയും. നമ്മുടെ മക്കൾക്ക് നാണക്കേടാവും, നമ്മുടെ ഭാര്യയ്ക്ക് നാണക്കാവും, നമ്മളെ ഭർത്താവിന് നാണക്കേടാവും, മൊത്തത്തിൽ നാണക്കേടാവും. ആ സമയത്ത് ആ ഒരു നാണക്കേട് കൊണ്ട് ചിലപ്പോൾ ഭർത്താവ് നഷ്ടപ്പെടും, ചിലപ്പോൾ ഭാര്യ നഷ്ടപ്പെടും, ചിലപ്പോൾ മക്കൾ നഷ്ടപ്പെടും. അപ്പോഴെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയത്തില്ല. അപ്പോൾ ഈ മുടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ, ഈ മോഷ്ടിക്കാൻ പോകുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? പോലീസ് കൊണ്ടുപോകും. ചിലപ്പോൾ മക്കളായിരിക്കും, ചിലപ്പോൾ ഭാര്യയായിരിക്കും, ചിലപ്പോൾ ഭർത്താവായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ വലിയൊരു നാണക്കേട് വന്നു ചേരും. ആ നാണക്കേട് പിന്നെ പെട്ടെന്നൊന്നും അത് ഒഴിഞ്ഞു പോകത്തില്ല. അങ്ങനെ ഒരു നാണക്കേട് ആ നാട്ടിൽ മൊത്തത്തിൽ വാർത്തയാവും. ഇന്ന ആളിൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇന്നണക്ക് മോഷ്ടിക്കാൻ പോയി, ഇപ്പോൾ പോലീസ് പിടിച്ച് അകത്ത് കൊണ്ടിരിക്കുന്നു.
അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ ജീവിതമാർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പൈസകൾ മോഷ്ടിക്കാൻ പോകുന്നത്, സ്വർണങ്ങൾ മോഷ്ടിക്കാൻ പോകുന്നത്, മോഷ്ടിച്ചുകൊണ്ട് വന്ന് അത് വിറ്റ് നമ്മളെ കാര്യങ്ങൾ നടത്തുന്നു, നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ പോകുന്നതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് നല്ല മനസ്സോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കാര്യം നമ്മളെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. എന്നെ എപ്പോഴാണ് പോലീസ് പിടിക്കുന്നത്, ഇല്ല എന്നെ എപ്പോഴാണ് നാട്ടുകാർ പിടിക്കുന്നത്, എൻ്റെ കള്ളത്തരങ്ങൾ എപ്പോഴാണ് പൊളിയുന്നത്, ഇത് എപ്പോഴാണ് പുറത്തു വരുന്നത് എന്നുള്ളൊരു ഭയത്തോടെ നമുക്ക് കിടക്കാൻ പറ്റും. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തും ചെറുതായിട്ടൊരു കരീര അനങ്ങിയാൽ പോലും നമ്മൾ ചാടി എണീക്കും. കാര്യം എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും എന്നെ നോക്കി വന്നു എന്നറിയാൻ വേണ്ടി നമ്മൾ ചാടി എണീക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉൾഭയം നമുക്കുണ്ട്. മറ്റുള്ള ഒരു കാര്യങ്ങൾക്ക് പോകുമ്പോഴും നമുക്ക് പ്രത്യേകിച്ചൊരു ശ്രദ്ധ കാണും. എങ്ങനെ എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഇതോടായിരിക്കും നമ്മൾ എവിടെ പോയാലും, ബാങ്കിൽ പോയാലും ശരി തന്നെ, നമ്മൾ എവിടെ പോയാലും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചേ പോകും. കാര്യം എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, എന്നെ ആരും ശ്രദ്ധിക്കുന്നുണ്ടോ. കാര്യം ഒരുപാട് മോഷണ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാണ് ഇതൊക്കെ പുറത്ത് വരുന്നത് അറിയൂടാ, ഇതൊക്കെ ഏത് രീതിയിൽ വരുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ഉൾഭയത്തോടെ നമ്മൾ ജീവിക്കും. സഹോദരങ്ങളെ, നിങ്ങൾ മോഷ്ടിക്കാൻ ഒരു മറ്റൊരുത്തൻ്റെ മുതൽ നമ്മൾ എടുക്കാൻ പാടില്ല. അതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ദോഷമായി ഒന്നും ചെയ്യാൻ പാടില്ല. മറ്റൊരുത്തൻ്റെ വകകൾ നിങ്ങൾ മോഷ്ടിച്ചെടുക്കരുത്, അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമാണ്. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഒരു മാലയോ സ്വർണ്ണമോ എന്തെങ്കിലും മോഷ്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലീസ് പിടിച്ച് അകത്ത് കൊണ്ടിടും. അവിടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭക്ഷണമുണ്ട്, അവിടെ കിടന്നുറങ്ങാൻ സ്ഥലമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കും പോലെ ഒരു ഫ്രീഡം നമുക്ക് ആ ജയിലിൽ കിട്ടത്തില്ല. നമ്മൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി തുണി കഴുകാം, ഇഷ്ടമുള്ളപ്പോൾ പോയി കുളിക്കാം, ഇഷ്ടമുള്ളപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ജയിലിനകത്തായി കഴിഞ്ഞാൽ ഓരോന്നിനും ഒരേ സമയവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളെ ഇഷ്ടപ്രകാരം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനോ ഒന്നും കഴിയത്തില്ല. നമ്മളെ ഫ്രീഡം നഷ്ടപ്പെടും. നമ്മളെ ഫ്രീഡം നഷ്ടപ്പെട്ട് ഒരു പട്ടി കൂട്ടിക്കിടക്കും പോലെ നമ്മൾ ആ ജയിലിനകത്ത് കിടക്കേണ്ടി വരും. ആ ജയിലിനകത്ത് കിടന്ന് കറങ്ങുന്നതല്ലാതെ അവിടെ നിന്ന് നമുക്ക് പുറത്തു പോകാൻ കഴിയത്തില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഒരാൾക്ക് സുഖമില്ല, പനിയാണ്, ഇപ്പോൾ ഒരു സാറിൻ്റെ അടുത്ത് പറയണം, സാറേ എനിക്ക് പനിയാണ്, സുഖമില്ല, എന്നെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും അവർ പറയും, അവിടെ കുറച്ച് നേരം ഇവിടെ ഇരുന്നോ, ഇപ്പം കൊണ്ടുപോകാം എന്ന് പറയും. ഒരു മണിക്കൂറാ, 2 മണിക്കൂറാ, 3 മണിക്കൂറാ. അപ്പോൾ അവർ പറയും, ഇനി വണ്ടിയില്ല, അതുകൊണ്ട് നാളെ കൊണ്ടുപോകാം എന്ന് പറയാൻ ഒരു തിരിച്ച് പറഞ്ഞു വിടും. അപ്പോൾ അതേ കണക്ക് പല കാര്യങ്ങളും പല വിഷയങ്ങളും ഇങ്ങനെ നിങ്ങളെ തള്ളി മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. എന്താണ് കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളെ കേസ് എന്താണെന്ന് അവരൊക്കെ അറിയാം. അപ്പോൾ നിങ്ങളെ കേസ് എന്താണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരിങ്ങനെ തള്ളി വെച്ചുകൊണ്ടിരിക്കും. കാര്യം നിങ്ങൾ പറയുന്ന കാര്യത്തെ അവർ സ്വീകരിക്കത്തില്ല, അവർ ബഹുമാനിക്കത്തില്ല, അവർ ഉൾക്കൊള്ളത്തില്ല. അവരിങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കും. അവർ പറയും, ഇന്ന് നാളെ ആവട്ടെ, അല്ല മറ്റന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റിക്കൊണ്ടിരിക്കും. അതിൽ ബുദ്ധിമുട്ടുന്ന നമുക്കാണ്. ചിലപ്പോൾ പനിയായിരിക്കും, ചിലപ്പോൾ ദേഹം വേദനയായിരിക്കും, ചിലപ്പോൾ കാലുവേദനയായിരിക്കും, ചിലപ്പോൾ ശ്വാസം മുട്ടായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം നമുക്ക് വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റൂ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അഥവാ അവിടെ കിടന്ന് മരിച്ചു പോയാൽ മരിച്ചുപോയി. അപ്പോൾ നമ്മൾ മരിച്ചുപോയ ആർക്ക് നഷ്ടം? ചിലപ്പം അച്ഛനായിരിക്കും നഷ്ടം, ചിലപ്പോൾ അമ്മയ്ക്കായിരിക്കും നഷ്ടം, ചിലപ്പോൾ മക്കൾക്കായിരിക്കും നഷ്ടം. അപ്പോൾ ഇത് എങ്ങനെയായാലും നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മോഷ്ടിക്കാതെ നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്ത് നമ്മൾ ജീവിച്ചാൽ, എനിക്കൊരു ജോലിയില്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കിയിട്ടും എനിക്കൊരു ജോലിയില്ല. സഹോദര, ദൈവം നിന്നെ സൃഷ്ടിച്ചെങ്കിൽ നിന്നെ നടത്തുവാനും ദൈവത്തിന് കഴിയും. ആ ദൈവത്തെ നീ മനസ്സിലാക്കണം, ആ ദൈവത്തെ നീ കാണണം. ആ കണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച നിനക്കുള്ള വഴികളെ ദൈവം തുറക്കും. കാര്യം യേശു ക്രിസ്തു ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. യേശു ക്രിസ്തു ജീവിക്കുന്നു. ദൈവമേ എന്ന് വിളിക്കണം. ദൈവമേ, എന്നോട് മനസ്സിലിണമേ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണല്ലോ, ദൈവമാണല്ലോ എന്നെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, എന്നെ നടത്തണമേ. എനിക്ക് ആവശ്യമായ സാമ്പത്തികങ്ങളും എൻ്റെ മക്കളെയും എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഭാര്യയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഹല്ലേലൂയ അന്നന്ന് ജീവിച്ചു പോകേണ്ട കാര്യങ്ങൾ ദൈവം തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിനക്കുള്ള വഴികളെ ദൈവം തുറക്കും. സഹോദര, വായക്കേറിയവൻ നടത്തുവാനും കഴിവുള്ള ദൈവമാണ്. നമ്മളെ വഴിയിട്ടിട്ട് പോണൊരു ദൈവമല്ല യേശു ക്രിസ്തു. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം.
നമ്മൾ ഒരു മോശ പ്രവൃത്തിക്കും പോവാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നമ്മളെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ ഫ്രീഡമായിട്ട് ജീവിക്കാൻ കഴിയും. അല്ലാതെ നമ്മൾ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ഫ്രീഡം നഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടപ്രകാരം മുന്നോട്ട് ജീവിക്കാനോ നമുക്ക് ഇഷ്ടപ്രകാരം നടക്കാനോ കഴിയത്തില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ 1 വർഷമായിരിക്കും, ചിലപ്പോൾ 5 വർഷമായിരിക്കും, ചിലപ്പോൾ 10 വർഷമായിരിക്കും, ചിലപ്പോൾ 20 വർഷമായിരിക്കും. സഹോദരങ്ങളെ, ഒരു ദിവസമാണെങ്കിൽ പോലും നിനക്ക് ഇവിടെ കിട്ടുന്ന ഫ്രീഡം ആ ജയിലിനകത്ത് കിട്ടത്തില്ല. ഒരു ദിവസമാണെങ്കിൽ ശരി തന്നെ അവിടെ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റൂ. അവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അല്ലാതെ ഇന്ന കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞൊന്നും ഒരു രക്ഷയുമില്ല. നിങ്ങൾ ഒരു കൂട്ടിനകത്ത് ഒരു പട്ടിയിട്ടിരിക്കും പോലെ നിങ്ങളവിടെ കിടക്കേണ്ടി വരും. സഹോദരങ്ങളെ, അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുക, ആരെയും ഒരു വകകളും മോഷ്ടിക്കാതെ വളരെ പരിജ്ഞാനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്നാൽ ദൈവം നിങ്ങളെ നടത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യഹോവയല്ലാതെ നിങ്ങളെ വിടിവിപ്പാൻ മറ്റാരുമില്ല. ദൈവനാമകത്തപ്പെടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.